ഏറ്റവും ആദ്യം ബി.ജി. വിഷ്ണു, എന്താണ് മോദിയുടെ ഈ പിന്നാമ്പുറം ഇടപെടലിന് നിങ്ങളുടെ വിശദീകരണം? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ സമയം മുതൽ നരേന്ദ്രമോദി സർക്കാരിന് ഒറ്റ വഴിയേ ഉള്ളൂ, അത് ശരിയായ മുന്നോട്ടുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നത്. സാമ്പത്തിക ശക്തിയായി രാജ്യം മാറുമ്പോൾ അതിൽ കാശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ പങ്കുണ്ട്, അവരുടേതായ സംഭാവനകളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുണ്ട്. ഇതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. കഴിഞ്ഞ ദിവസമാണല്ലോ കേരളത്തിൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി 4000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ഇങ്ങനെ രാജ്യത്തെ വ്യത്യാസമില്ലാതെ വടക്കേ ഇന്ത്യയിലും കിഴക്കേ ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലുമെല്ലാം എല്ലായിടത്തും സംസ്ഥാനങ്ങളുടെ അവരവരുടെ ലഭ്യതയ്ക്കനുസരിച്ച് അവരുടെ സവിശേഷതകൾക്കനുസരിച്ച് പദ്ധതികൾ പ്രഖ്യാപിച്ച് രാജ്യം വലിയ രീതിയിൽ സാമ്പത്തിക ശക്തിയായി കുതിക്കുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടി റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം ആരെയെങ്കിലും കെണിവെച്ച് കാത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെയാണ് ഒരു നേരം പോക്ക് എന്ന് പറയുന്നത്. റിട്ടയർ ചെയ്ത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പോൾ നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. കേന്ദ്ര സർക്കാരിൽ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നല്ല ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ BVR സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. അല്ല, അതിലൊരു കാര്യം, ഇത് ഇത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരിടത്തും നടന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന കാര്യം, അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ഒരു ഓഡിയോ മാത്രമാണ് കേട്ടത്. ഇതെല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. താങ്കൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട്. അതായത് ഇദ്ദേഹം ഈ BVR സുബ്രഹ്മണ്യം കഴിഞ്ഞ വർഷം ഒരു സെമിനാറിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുത്ത, വിദഗ്ധരും ഉദ്യോഗസ്ഥരും മാത്രം പങ്കെടുത്ത ഒരു സെമിനാറിൽ അദ്ദേഹം അവരോട് വിശദീകരിച്ചൊരു കാര്യമാണ്. ഞാനും പ്രധാനമന്ത്രിയും അതുപോലെ റെഡ്ഡിയും 14ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനും തമ്മിൽ സംസാരിച്ച കാര്യമാണ്. എന്നെയാണ് അതിന് നിയോഗിച്ചത്. ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് വേണ്ടി റെഡ്ഡിയോട് സംസാരിച്ചപ്പോൾ റെഡ്ഡി എന്നോട് പറഞ്ഞത്, അതായത് 14ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എന്നോട് പറഞ്ഞത്, ബോസിനോട് പോയി പറഞ്ഞേക്കോ, അത് ആ പരിപാടി നടക്കില്ല എന്നാണ് പറഞ്ഞത്. അതായത് 42% നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നീക്കിവെക്കാനുള്ള ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ തിരുത്തി അത്രയും കൊടുക്കണ്ട എന്ന മോദിയുടെ ആവശ്യം 32% ആക്കണം, റിപ്പോർട്ട് തിരുത്തണം എന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം നടക്കില്ല എന്ന് റെഡ്ഡി ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അറിയിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അന്ന് പ്രധാനമന്ത്രിയോട് അറിയിക്കേണ്ടി വന്നു BVR സുബ്രഹ്മണ്യത്തിന്. അല്ല, യാതൊരുവിധ അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഈ ദക്ഷിണ ഭാരതം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു രാഷ്ട്രീയമായിട്ട് BJPക്ക് സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് രാഷ്ട്രീയമായുള്ള ആരോപണം. കർണാടകയിലെ സർക്കാർ മാറിയത് 6 മാസങ്ങൾക്ക് മുമ്പാണല്ലോ. ആരോപണമല്ല ബി.ജി. വിഷ്ണു, ഇത് ഒരു സെമിനാറിൽ ഇദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അറിയാതെ, റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാതെ വിശദീകരിച്ചൊരു കാര്യമാണ് പുറത്തേക്ക് വന്നത്. അതേ ഒരു ഗീർവാണം പോലെ, ഒരു ഭയങ്കര വലിയൊരു മഹത്തായ പരിപാടി ചെയ്തതുപോലെ BJPക്ക് വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയായി പ്രധാനമന്ത്രിയോട് ഒപ്പം നിന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇല്ലേ, അദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ BJP ഒരു നടപടിയിലേക്ക് പോയില്ല? അല്ല, ഈ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞാൽ യാതൊരുവിധ അർത്ഥവുമില്ല. പിന്നെ അദ്ദേഹം ഒരു പദവിയിലിരിക്കുകയാണെങ്കിൽ അതിനെതിരായി കൃത്യമായ സർക്കാർ തലത്തിലുള്ള അന്വേഷണമൊക്കെ ഉണ്ടാകും. അത് വിശദീകരിക്കേണ്ട ആൾ ഞാനല്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഉണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആരെങ്കിലും ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വിലക്കെടുക്കാൻ കഴിയുന്നിരിക്കും. കാരണം അവരൊന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരല്ല. ജോയിന്റ് ഡയറക്ടർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹം. അവിടെ നിന്നാണ് സീനിയറായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ നീതി ആയോഗിൻ്റെ തലപ്പത്തേക്കൊക്കെ ഇപ്പോൾ എത്തുന്നത്. നീതി ആയോഗിൻ്റെ തലപ്പത്ത് BJPയുടെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ മറ്റുള്ളവർക്കൊക്കെ വിലക്കെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വിലക്കെടുത്താലും അവർ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7-8 മാസമായി. ആ വീഡിയോ ആണ് ഇപ്പോൾ കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന മാധ്യമത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് BJPക്ക്
വിശദീകരിക്കാനാകുക? അല്ല, ഈ ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട്, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അത്രയേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലാതെ ഇതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. കഴിഞ്ഞ എത്രയോ വർഷമായി കർണാടകയിലടക്കം BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളുടെയൊക്കെ ഉന്നയിക്കുന്ന ആരോപണത്തിനെ മുനയൊടിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തികൾ പിന്നീട് ഉണ്ടായത്. 2015 നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ തകർത്തുകൊണ്ട് നീതി ആയോഗ് വന്നു. അതൊന്ന് സംസ്ഥാനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി എന്നുള്ളത് മോദിയുടെ മനസ്സ് പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത് GST കൊണ്ടുവന്ന കാര്യം. സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട നികുതി വിഹിതത്തെ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്ക് അടക്കിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഇതൊക്കെ മോദിയുടെ സംസ്ഥാനങ്ങളോടുള്ള സമീപനത്തെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെ, നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് പകരം രാജ്യത്ത് നീതി ആയോഗ് വരുമ്പോഴും GST വരുമ്പോഴും ഒക്കെ അത് ബാധിക്കുന്നത് ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ മാത്രമല്ലല്ലോ, ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ നിയമങ്ങൾ ബാധകമാണ്. ദക്ഷിണ ഭാരതത്തിലെ BJP ഇതര സംസ്ഥാനങ്ങൾക്കാണ് ഇത് ദോഷകരമായി വരുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രൊവിഷനിലൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നരേന്ദ്രമോദി വിചാരിക്കുന്ന പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭരണമാണ് നടക്കുന്നത്. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഡബിൾ എഞ്ചിൻ ഉണ്ടെങ്കിലും ഒരൊറ്റ പാതയിലൂടെയാണ് പോകുന്നത്, ഒരൊറ്റ രീതിയിൽ. നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും ശരിയായ നേരായ പാതയിൽ കൂടി തന്നെയാണ് പോകുന്നതെന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം ജനങ്ങൾ അത്ര വലിയ പിന്തുണയാണ് നരേന്ദ്രമോദി സർക്കാരിന് ഈ രാജ്യത്ത് നൽകുന്നത്. ദക്ഷിണ ഭാരതത്തിലടക്കം വലിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ വരവിൽ പ്രഖ്യാപിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ ഞെരുക്കാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമം പ്രധാനമന്ത്രിയും ഓഫീസും നടത്തുന്നു എന്ന് പറഞ്ഞാൽ തീർക്കാൻ പറ്റില്ല ശ്രീ BG വിഷ്ണു. കാരണം ഇതൊരു ഭരണഘടനാ വിരുദ്ധമായ ഫെഡറൽ സംവിധാനത്തിനെതിരായ ഒരു പ്രവൃത്തിയാണ് ഈ BVR സുബ്രഹ്മണ്യം ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യം. ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് തിരുത്തണം എന്ന ആവശ്യം എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യം. ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് തിരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആരാണ് വിശ്വസിക്കുന്നത്? എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? അങ്ങനെയൊന്നും പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പറയുന്ന ആൾ എത്ര മാത്രം താഴോട്ട് പോയി എന്ന് നമ്മൾ ശരി